എങ്ങനെയാണ് സ്കിൻ അലർജി ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിന്റെ കോമൺ സിംറ്റംസ് എന്തൊക്കെയാണ്? സ്കിൻ അലർജി എന്ന് പറയുമ്പോൾ യൂഷ്വലി നമ്മൾ കുട്ടികളെ വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് കാണുന്നതാണ് എക്സീമ. അപ്പോൾ ഈ എക്സീമ എന്ന് പറയുമ്പോൾ യൂഷ്വലി ഫ്രം ബർത്ത് അല്ലെങ്കിൽ ഒരു 6 months, മേ ബി ഒരു 2 years 3 years ഇത് തൊട്ട് കാണുന്നതാണ്. അപ്പോൾ ഇതിലെന്താന്ന് പറഞ്ഞാൽ നോർമൽ സ്കിന്നിൽ സെൽസ് ടൈറ്റ്ലി പാക്ഡ് ആണ്, അടുപ്പിച്ചിട്ടാണ് നിൽക്കുന്നത്. അതുപോലെ അല്ല അലർജിക് സ്കിന്നിൽ. അലർജിക് സ്കിന്നിൽ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൽസ് വിട്ടിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ സെൽസ് വിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ അലർജൻസ് എൻ്റർ ചെയ്യുന്നത് ഒന്ന് ഈ സെൽസിന്റെ ഇടയിലൂടെ എൻ്റർ ചെയ്യാം. അപ്പോൾ യൂഷ്വലി ഇവർക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് സ്കിന്നിനെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതിനെ എങ്ങനെ മോയ്സ്ചറൈസ് ചെയ്യണം, എത്ര കൂടുമ്പോൾ മോയ്സ്ചറൈസ് ചെയ്യണം, കറക്റ്റായിട്ട് മോയ്സ്ചർ അപ്ലിക്കേഷൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ അത് മനസ്സിലായി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനെ ഒരു ആന്റിബയോട്ടിക്സിലേക്കും സ്റ്റിറോയിഡ് ക്രീംസിലേക്കും ഒക്കെ പോകുന്നത് തടയാൻ പറ്റും. അത് മാത്രമല്ല, ഈ സ്കിൻ അലർജി ഇങ്ങനെ പോയി കഴിയുമ്പോൾ ഓവർ ഇയേഴ്സിൽ നമ്മളത് തീരെ ശ്രദ്ധയില്ല, അതിങ്ങനെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ അലർജൻസ് ഇങ്ങനെ നമ്മുടെ ബോഡിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഫുഡ് അലർജി സാധ്യത കൂടും. അതുപോലെ തന്നെ ലേറ്റർ റെസ്പിറേറ്ററി അലർജീസ്, നെയ്സൽ അലർജി, ലങ് അലർജി, ഇങ്ങനെ പ്രോഗ്രസ് ചെയ്തു വരാം. അപ്പോൾ നമ്മുടെ ഈ സ്കിൻ അലർജീനെ കറക്റ്റായിട്ട് ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റ് ടേക്ക് കെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മെഡിസിൻസ് നമുക്ക് അവോയ്ഡ് ചെയ്യാം.